നമ്മുടെ കയ്യിൽ വീണ് കഴിഞ്ഞാൽ ഫ്രാക്ചർ ഉണ്ടായതിനു ശേഷം 6 ആഴ്ച POP ഇട്ടു, അതിനുശേഷം ഒരു 2 ആഴ്ച സ്ലിംഗ് ബാഗിൽ ഇട്ടു, അതിനുശേഷം ഒരു 10 ദിവസത്തോളം ഫിസിയോതെറാപ്പി ചെയ്തിട്ടും ഈ കൈ മടക്കി നിർത്താൻ പറ്റാത്തൊരു കണ്ടീഷനാണത്. അപ്പോൾ നമ്മളിവിടെ ഫിസിയോതെറാപ്പിയുടെ ഒപ്പം തന്നെ നമ്മൾ ആയുർവേദത്തിൽ പറയുന്ന ബാൻഡേജ് കൂടി യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവരുടെ റേഞ്ച് ഓഫ് മോഷൻ റെസ്ട്രിക്ഷൻ മാറാനും കൈ മടക്കി നിർത്താനും ഇത് സഹായിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ബാൻഡേജ് ടെക്നിക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മുറിവെണ്ണയാണ്. മുറിവെണ്ണ നമ്മളിങ്ങനെ ഒരു കോട്ടൺ പാഡിൽ നല്ലപോലെ ചൂടാക്കിയിട്ട് നമ്മൾ ഇവിടെയാണ് സൈറ്റ് ഓഫ് ഫ്രാക്ചർ. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ആ ഉള്ളിൽ ഫ്രാക്ചർ നല്ലപോലെ ഹീലായി, പക്ഷേ ആ സോഫ്റ്റ് ടിഷ്യൂ ബാൻഡേജിൽ കുറേ കാലം കൈ ഇട്ടുകൊണ്ട് വന്നിട്ടുള്ള സ്റ്റിഫ്നെസ് കൊണ്ടാണ് കൈ മടക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ നല്ല പോലെ ഒരു പാഡ് സോക്ക് ചെയ്ത് വയ്ക്കും മുറിവെണ്ണ, എന്നിട്ടിത് ബാൻഡേജ് ചെയ്യും. ഒരു 24 hours കഴിഞ്ഞിട്ട് നമ്മളിത് റിമൂവ് ചെയ്യും. ഫ്രാക്ചർ മാനേജൊക്കെ പണ്ട് ആയുർവേദത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കളരി മർമ്മ ശാസ്ത്രത്തിലാണ് പണ്ടൊക്കെ ഫ്രാക്ചർ മാനേജ്മെന്റ് ചെയ്തിരുന്നത്. അതിൽ ഇത്തരം എണ്ണയുടെ ഉപയോഗമൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് മോഡേൺ സയൻസിൽ പലരും പറയുന്നത് വെച്ചാൽ എണ്ണ ശരീരത്തിൽ പുരട്ടിയാൽ അത് ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യില്ലെന്നും അത് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല എന്നാണ് പലരും പറയുന്നത്. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ, കാരണം പല ഓർത്തോ ഡോക്ടേഴ്സിനെ കണ്ടതിന് ശേഷം ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് ഈ പോസ്റ്റ് ഫ്രാക്ചർ റീഹാബിലിറ്റേഷന് കുറേ പേഷ്യൻസ് നമ്മളത്തേക്ക് വരാറുണ്ട്. ആ കേസുകളിലൊക്കെ നമ്മളിങ്ങനെ ഓയിൽ വെച്ച് ബാൻഡേജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് നല്ല റിലീഫ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. Day 1 തൊട്ടിട്ട് അതിൻ്റെ വ്യത്യാസം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആയുർവേദം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ പല കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. 2026 നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇന്ന് ആയുർവേദത്തിനെതിരെ ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ പോലും ഇത്തരം കേസുകൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ആയുർവേദത്തിനുള്ള വിശ്വാസം, എൻ്റെ വിശ്വാസം കൂടുന്നു, അതുപോലെ തന്നെ എൻ്റെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസിൻ്റെ വിശ്വാസമാണ് കൂടുന്നത്. സയന്റിഫിക് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അനക്ഡോട്ടൽ എവിഡൻസ് ആണ്, അതല്ലെങ്കിൽ അനുഭവ സാക്ഷ്യത്തിന് സയൻസിൽ സ്ഥാനമില്ല എന്ന് പറയാം. എന്നാൽ ബുദ്ധിമുട്ട് വരുന്ന പേഷ്യൻസിന് അവരുടെ വേദന കുറയ്ക്കാൻ ഇത്തരം ആയുർവേദം ഉപയോഗിച്ച് നമുക്ക് മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി നടത്തി അതിനെങ്ങനെ എല്ലായിടത്തേക്കും എത്തിക്കുക എന്നുള്ളതാണ് ശരിക്കുള്ള സയന്റിഫിക് കമ്മ്യൂണിറ്റി ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും ആയുർവേദം ഇത്രയും കാലം ഇവിടെ നിന്നു, ഇതിന്റെ നല്ല വശങ്ങൾ ഇനിയും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. സ്പൈൻ ആൻഡ് ജോയിന്റ് സംബന്ധമായിട്ടുള്ള ഇത്തരം അറിവുകൾക്ക് ഈ അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ. അതുപോലെ ഫ്രാക്ചർ റീഹാബിന് ശേഷവും തന്റെ നോർമൽ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചെത്താൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യും.